ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ രവി, പാലക്കാട്. AC, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജിൻ്റെയൊക്കെ PCB റിപ്പയർ ചെയ്യുന്നയാൾ. ഇന്ന് ഫ്രിഡ്ജിൻ്റെ, അതായത് സാംസങ് സിംഗിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ ഒരു ഇൻവെർട്ടർ ബോർഡ് ആണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ഓൺ ചെയ്തതിന് ശേഷം അടുത്ത ഫാൾട്ട് ഡിസ്കസ് ചെയ്യാം. ഇതേ പവർ സപ്ലൈ ഓൺ ആയാൽ ഈ LED ബ്ലിങ്ക് ആവും. അതോടുകൂടി അങ്ങനെയാണെങ്കിൽ ഓൺ ആവണം, ഇല്ലെങ്കിൽ എന്തായിരിക്കും കാരണം? ബ്ലിങ്കിങ് വരുന്നുണ്ടെങ്കിൽ എത്ര പ്രാവശ്യമാണ് ബ്ലിങ്കിങ് വരുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ഫാൾട്ട് കണ്ടുപിടിക്കാം. ഇപ്പോൾ നമുക്ക് കാര്യം ചെയ്യാം. ഇതിൻ്റെ വോൾട്ടേജസ് ഓരോ സ്റ്റേജിലും എത്ര വോൾട്ടേജ് വരും എന്നുള്ളതിനെ പറ്റി വ്യക്തമായിട്ടൊന്ന് നോക്കാം. അതെ, ഞാൻ ഇപ്പോൾ ഇതിൽ AC കണക്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. 230 വോൾട്ട്. ന്യൂട്രൽ ഫേസ് കറക്റ്റായിട്ട് ആ ലിങ്കിൽ അത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതെ, ഇനി നമുക്ക് ഈ ഡിജിറ്റൽ മൾട്ടിമീറ്റർ വെച്ചിട്ട് അത്യാവശ്യം ഇതിൻ്റെ ഓരോ സ്റ്റേജിലും വരുന്ന വോൾട്ടേജസ് എത്രയെന്നുള്ളത് വളരെ വ്യക്തമായിട്ടൊന്ന് നോക്കാം. എന്നിട്ട് എന്താണ് അതിൻ്റെ കംപ്ലയിൻറ്റ്, അല്ലെങ്കിൽ വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ അതിന് മുമ്പേ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഈ വോൾട്ടേജസിൻ്റെ ഡീറ്റെയിലും അത് ചെക്ക് ചെയ്യുന്ന ഡീറ്റെയിലും ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതിന് മാത്രം മുൻതൂക്കം കൊടുക്കുക. ഇതിന് മുമ്പ് നമ്മൾ അതിൽ ഡീറ്റെയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ആ വീഡിയോൻ്റെ ലിങ്ക് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ അതും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ കുറേ കൂടെ എളുപ്പമായിരിക്കും. ഇതേ ഞാൻ സ്വിച്ച് ഓൺ ചെയ്യാൻ പോവാണ്. ഓൺ ചെയ്യുമ്പോൾ കുറച്ച് മുമ്പ് കണ്ട മാതിരി നമുക്ക് സ്വാഭാവികമായിട്ടും ആ LED ഒന്ന് ബ്ലിങ്ക് ആയിട്ടുണ്ടാവും, പവർ സപ്ലൈ ഓൺ ആണെങ്കിൽ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഇത് ഡിജിറ്റൽ മൾട്ടിമീറ്റർ എല്ലാവർക്കും അറിയാം. ഫസ്റ്റ് നമുക്ക് AC വോൾട്ട് റേഞ്ചിലിടാം. AC വോൾട്ട് റേഞ്ചിലിട്ട് 230 വോൾട്ട് നമ്മൾ ആദ്യം കൊടുക്കുന്നത് ഈ പിന്നിലാണ്. ഈ 3 പിന്നും കംപ്രസറിൻ്റെ പിന്നാണ്, അറിയാലോ, UVW. ഇപ്പോൾ തൽക്കാലം നമ്മൾ അതിലൊന്നും കൊടുക്കുന്നില്ല. മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യാൻ നേരത്തെ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതേ ഈ പിന്നിലാണ് നമ്മൾ 230 വോൾട്ട് കൊടുത്തിരിക്കുന്നത്, ലൈൻ വോൾട്ട്. ഇത് ലൈൻ വോൾട്ട് ഉണ്ട്, കറക്റ്റാണ്. ഞാനിവിടെ ഒരു സീരീസ് ലൈറ്റ് വഴി കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഒരല്പം ഷോർട്ടേ കാണിക്കൂ. 230 വോൾട്ട് കറക്റ്റായിട്ട് വരും. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, എപ്പോഴും ഇങ്ങനെയുള്ളത് കാര്യങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ഒരു സീരീസ് കണക്ഷൻ വഴി വേണം കൊടുക്കാൻ. ഇത് ന്യൂട്രൽ, ഇത് ഫേസ് 216 വോൾട്ട്. അവിടുന്ന് ഇതിലേക്ക് ഒരു ഫ്യൂസ്, അപ്പോൾ ഫ്യൂസ് ഓക്കെയാണ്. ഇത് ഇവിടുന്ന് ഒരു PTC ഇട്ട് ആ ഒരു ഫ്യൂസ് ഒരു PTC വഴിയാണ് മെയിൻ ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ സെൻറ്റർ പിന്നിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത്. ആ സെൻറ്റർ പിന്നിൽ AC 230 വോൾട്ട് കൃത്യമായിട്ട് വരുന്നുണ്ട്. ഇതിൽ 217 കാണിക്കുന്നത് കൺഫ്യൂഷൻ ആവണ്ട, ഞാൻ പറഞ്ഞ മാതിരി ലൈറ്റ് വഴി കൊടുത്തതുകൊണ്ടാണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റേജ്. അപ്പോൾ ഇതുവരയ്ക്കും ഭാഗം ഓക്കെയാണ്. അതായത് 230 വോൾട്ട് ഇവിടുന്ന് എല്ലാം കറക്റ്റായി വരുന്നുണ്ട്. ഫ്യൂസിന് കുഴപ്പമില്ല, ഈ PTC കുഴപ്പമില്ല. ബാരിസ്റ്റർ, അതായത് ഒരു അറിയാലോ റെസിസ്റ്റൻസാണത്, അതിന് യാതൊരു കുഴപ്പമില്ല. ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ സെൻറ്റർ പിന്നുമായിരിക്കും കൃത്യമായിട്ട് വോൾട്ടേജ് വരുന്നുണ്ട്. അപ്പോൾ ആ ഭാഗം നമുക്ക് നിർത്താം. ഇനി അടുത്ത് ഇത് മൾട്ടിമീറ്റർ DC മോഡിലേക്ക് കൊണ്ടുവരിക. DC വോൾട്ട് ചെക്ക് ചെയ്യുന്ന മോഡിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഈ റെക്ടിഫയറിൻ്റെ പോസിറ്റീവ് ഇവിടെയും നെഗറ്റീവ് ഇവിടെയാണ്. അതിൽ നോക്കുക. 298 വോൾട്ട് വരുന്നുണ്ട്, ഏകദേശം 300 വോൾട്ട് കറക്റ്റാണ്. അതിന് മുമ്പ് കപ്പാസിറ്റർ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു, ഞാൻ മാറ്റി എന്നിട്ടാണ് ഈ പവർ സപ്ലൈ റെഡിയാക്കി എടുത്തത്. ഇനി അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവിലും പോസിറ്റീവിലുമാണ് കാണുന്നത്. ഇതിപ്പോൾ 300 വോൾട്ടിന് താഴെ കാണുന്നുള്ളൂ. ഒരു 300-310 വോൾട്ട് വരെയൊക്കെ കാണും സ്വാഭാവികമായിട്ടും. അത് ഓരോ ലൈനിൻ്റെ വോൾട്ടേജിൻ്റെ അനുസരിച്ചിരിക്കും. ഇത് ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഭാഗം, അതായത് ഈ നെഗറ്റീവ് നമ്മളിവിടെ വെച്ചു. എന്നിട്ട് ഇതിൻ്റെ ഈ 310 വോൾട്ട് ഉണ്ടല്ലോ, ഇത് ഡയറക്റ്റായിട്ട് IPMലേക്ക് പോകുന്നുണ്ട്. ഇതൊരു ഫ്യൂസ് വഴിയാണ് പോകുന്നത്. അതായത് ഫ്യൂസ് അല്ല, അത് 100 ഓമിൻ്റെ 10 ഓമിൻ്റെ റെസിസ്റ്റൻസാണ്, SMD ടൈപ്പ് റെസിസ്റ്റൻസ് വഴി. അപ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻസിൻ്റെ ഇങ്ങേ ഭാഗത്തുണ്ടോ നോക്കുക, കറക്റ്റ് അതേ വോൾട്ടേജ് വരുന്നുണ്ട്. ഈ വോൾട്ട് നേരെ വരുന്നത് ഈ SMBS ICയുടെ ഒരു പിന്നിലേക്കാണ്, അവിടെയും വരുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗം ഓക്കെ. ഇനി ഇതേ 300 വോൾട്ട് വേറൊരു ഭാഗത്തേക്കും കൂടെ പോകുന്നുണ്ട്.
അതാണ് വളരെ പ്രധാനപ്പെട്ടത്. അതായത് ഇവിടെ വരുന്നുണ്ട് IPMൻ്റെ പിന്നിലേക്ക്, IPMൻ്റെ പിന്നിൽ 298 വോൾട്ട്, അതേ 300 വോൾട്ട് വരുന്നുണ്ട്. അപ്പോൾ ഓക്കെയാണ്. അതായത് ഈ IPMൻ്റെ ഒരു പിന്നിലേക്ക് ഈ 300 വോൾട്ട് വരും. പിന്നെ ആ 300 വോൾട്ടിൽ നിന്ന് തന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു വോൾട്ടും കൂടെ, അതായത് ഒരു 3 ഹൈ വാല്യൂ റെസിസ്റ്റൻസ് ഇട്ടിട്ട് ഇതിൻ്റെ സെൻസിങ് വോൾട്ടേജ് ഈ ICയിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഇവിടെ നിന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ 298, ഇവിടെ 195, വീണ്ടും ഒരു റെസിസ്റ്റൻസ് കഴിഞ്ഞപ്പോൾ 97 വോൾട്ടായി. അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റത്തെ റെസിസ്റ്റൻസ് കഴിഞ്ഞപ്പോൾ 15 മില്ലി വോൾട്ടേ വരുന്നുള്ളൂ. അപ്പോൾ ഒന്നുമില്ല ഈ റെസിസ്റ്റൻസ് വീക്കാവാം, അല്ലെങ്കിൽ അതായത് ഇവിടെ ഒരു 2.2 വോൾട്ട് വരണം ഈ പിന്നിൽ. ഈ ലൈൻ നേരെ വരുന്നത് ഇങ്ങോട്ടാണ്. ശ്രദ്ധിച്ചറിയാം. ഇവിടെ നിന്ന് വരുന്നത് ഇങ്ങോട്ടാണ്. അപ്പോൾ ഈ വോൾട്ടിൽ ഇതിനകത്ത് വന്നിട്ട് ഒരു 2.2 വോൾട്ട് വരണം. അതെന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളത് നമുക്ക് നോക്കാം. അതായിരിക്കും അതിൻ്റെ കംപ്ലൈൻറ്റ്. അതായത് നമ്മളിതിൽ 5 ബ്ലിങ്കിങ് ആണ് കംപ്ലൈൻറ്റ് കാണിക്കുന്നത്. അത് ഞാൻ കഴിഞ്ഞിട്ട് പറയാം എന്ന് വിചാരിച്ചതാണ്. ഇതാണ് അതിൻ്റെ കംപ്ലൈൻറ്റ്. പിന്നെ ഇനി അടുത്ത സ്റ്റെപ്പ്, ഇതൊരു ഭാഗം നമ്മൾ നോക്കിയല്ലോ, ഇതിവിടെ വരുന്നില്ല. അത് വരാത്തത് എന്തുകൊണ്ട്? ഈ റെസിസ്റ്റൻസിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടാണോ, അല്ല ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ഷോർട്ട് ഉണ്ടോ? ഇതിവിടെ ഈ ICയുടെ പിന്നിലാണ് കൊടുക്കുന്നത്. ഈ പിന്നിൽ ഇതിവിടെ 2 PF കപ്പാസിറ്ററുകൾ, ചെറിയ SMD ടൈപ്പ് കപ്പാസിറ്ററുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഏതെങ്കിലും ഷോർട്ട് ആയതുകൊണ്ടാണ് ഈ വോൾട്ടേജ് ഡ്രോപ്പായി പോകുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യം ഒന്നും ഇവിടെ ഈ ICക്കൊന്നും ദോഷം വരാത്ത രൂപത്തിൽ ഇവിടെയോ അല്ലെങ്കിൽ ഇതിനോട് ഒരല്പം മാറിയിട്ട് ഇതിന് ഡിസ്റ്റർബൻസ് ആവാത്ത രൂപത്തിൽ ഇവിടെ ഡിസ്കണക്ട് ചെയ്തിട്ട് ആദ്യം ഈ വോൾട്ടേജ് ഇവിടെ വരുന്നുണ്ടോ നോക്കുക. എന്നിട്ട് ഇവിടെ വരുന്നുണ്ട് എന്ന് ഉറപ്പാക്കി ഇവിടെ വരുന്നുണ്ടെങ്കിൽ പിന്നെ റെസിസ്റ്റൻസിൻ്റെ കാര്യം നോക്കണ്ട. അല്ലെങ്കിൽ പിന്നെ റെസിസ്റ്റൻസ് നമ്മൾ ഈ ഓംസ് ഇതിലിട്ടിട്ട് ഇത് ഓരോന്നും ചെക്ക് ചെയ്യുക. ഇത് ഹൈ ഓം എന്ന് പറയുമ്പോൾ ഇത് 300K 3003 കാണിക്കുന്നത്. 300K കിലോ ഓംസാണ്. അപ്പോൾ 300K എന്ന് പറയുമ്പോൾ ഏകദേശം 900K, അതായത് ഒരു മെഗാ ഓമിൻ്റെ അത്രയും വാല്യൂ വരും അതിനകത്ത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസ് വീക്കായാലും വോൾട്ടേജ് വരാതിരിക്കാം. അത് റെസിസ്റ്റൻസ് ആണോ ഇവിടുത്തെ ഷോർട്ടാണോ എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്തെടുക്കുക. അപ്പോൾ ആ ഭാഗം അതങ്ങനെ അവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത് ഈ SMPSലേക്ക് നമ്മൾ 300 വോൾട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ SMPSൻ്റെ ഔട്ട്പുട്ട്, അതായത് ഇതിലേക്ക് ഇനി ഒരു രണ്ട് ടൈപ്പ് വർക്കിംഗ് വോൾട്ടേജ് വേണം. ഒരു 15 വോൾട്ടും ഒരു 5 വോൾട്ട്. ഈ സിസ്റ്റം വർക്ക് ചെയ്യാനുള്ള 5 വോൾട്ടും ഇതിലേക്ക് ഒരു 5 വോൾട്ട് വേണം. ഇതിലേക്ക് മെയിനായിട്ട് 15 വോൾട്ട് വേണം. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അത് 15 വോൾട്ട് ആയിരിക്കും. ഇവിടെയാണ് അത് വരിക. കറക്റ്റ് 15 വോൾട്ട് കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇത് DC തന്നെ ആയിട്ടിരിക്കുന്നത്. നമ്മൾ കോമൺ നെഗറ്റീവാണ് ഇവിടെ കൊടുക്കുമ്പോൾ 15 വോൾട്ട് വരുന്നു. 15 വോൾട്ട് നേരെ ഈ ഇവിടെ ഒരു റെഗുലേറ്റർ IC ആണ് 7805 ആ ചെറിയ റെഗുലേറ്റർ IC വരുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ പിന്നിലേക്ക് 15 വോൾട്ട് നമ്മൾ കൊടുക്കുന്നു. ആ 15 വോൾട്ട് നേരെ IPMൻ്റെ ഒരു പിന്നിലേക്ക് കൊടുക്കുന്നുണ്ട്. അത് ഡയറക്റ്റ് IPMലേക്ക് വർക്കിംഗ് വോൾട്ടേജും ആ 15 വോൾട്ട് തന്നെയാണ്. അപ്പോൾ ഈ 15 വോൾട്ടിൽ എന്തെങ്കിലും ഷോർട്ടേജ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഈ പിന്നൊന്ന് ഡിസ്കണക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടുന്ന് വരുന്ന വോൾട്ടേജ് കറക്റ്റാണോ നോക്കുക. എന്നിട്ട് ഇത് കറക്റ്റാണ്, ഇവിടെ കൊടുക്കുമ്പോഴാണ് ഷോർട്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം IPMൽ ഫാൾട്ടാണെന്ന്. അപ്പോൾ ഇവിടെ ഈ കേസിൽ 15 വോൾട്ട് അത് കറക്റ്റാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട്, അതായത് 7805ൻ്റെ ഔട്ട്പുട്ട് നോക്കാം. അതിൽ 5 വോൾട്ട് കറക്റ്റാണ്. ആ 5 വോൾട്ട് എവിടെയൊക്കെ പോകുന്നു നോക്കാം. ഇത് എവിടെ നിന്നുണ്ട്. അപ്പോൾ ഈ 5 വോൾട്ട് പ്രൊഡ്യൂസ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഒരു ഫിൽറ്റർ വരും. ഇതൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ ഈ 15 വോൾട്ടിൻ്റെ ലൈനിലും 2 കപ്പാസിറ്റർ ഇവിടെ വരുന്നുണ്ട്. ഇവിടെയൊക്കെ വരുന്നുണ്ട്. അത് ഓരോ ലൈനിലും അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ഈ 15 വോൾട്ടിൻ്റെ മെയിനിൽ ഇവിടെ ഒരു കപ്പാസിറ്റർ വരും, ഇവിടെ ഒരു കപ്പാസിറ്റർ വരും. SMPSൽ ഇതിലൊക്കെ കംപ്ലയിൻറ്റ് വന്നാൽ ഈ 15 വോൾട്ടേജ് ഷോർട്ടേജ് വരും. അതുകൊണ്ട് ആ ഭാഗങ്ങൾ നമ്മൾ വഴിയെ ഓരോ ലൈൻ നമ്മൾ ചെക്ക് ചെയ്യുന്നതിനനുസരിച്ച് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ കോമൺ ആയിട്ട് വരുന്ന വോൾട്ടേജിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നുള്ളൂ. ഇവിടെ എന്തെങ്കിലും ഷോർട്ടേജ് ഉണ്ടെങ്കിൽ, അതായത് 15 വോൾട്ട് നമുക്ക് കൃത്യമായി കിട്ടുന്നില്ലെങ്കിൽ ഈ കപ്പാസിറ്റേഴ്സ് അടക്കം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യേണ്ടി വരും. ഈ ഡയോഡ്, അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഡയോഡ്, ഈ റെഗുലേറ്റർ IC, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ ഇവിടെയും അതുപോലെ SMD കപ്പാസിറ്റർ കൊടുത്തിട്ടുണ്ട്, ചെറിയ ഡിസ്ക് കപ്പാസിറ്റർ 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഇത് കംപ്ലയിൻ്റ് ആയാലും ഈ 15 വോൾട്ട് ഡ്രോപ്പ് ആവാം. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ചെക്ക് ചെയ്താലേ നമുക്ക് ആ ഫാൾട്ട് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇപ്പം റെഡിയിൽ ആ 15 വോൾട്ടും അതുപോലെ തന്നെ അതിൻ്റെ ഔട്ട്പുട്ടും കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞ ഈ കപ്പാസിറ്ററും ഇതെല്ലാം ഓക്കെയാണ്. ഈ 5 വോൾട്ട് ലൈൻ ഇവിടെയാണ് വരുന്നത്. ഇത് നേരെ പോകുന്നത് സിസ്റ്റത്തിലേക്കാണ്. 2 ലൈനിൽ നേരെ ഇവിടെ വരുന്നുണ്ട്.
ഇവിടെ വരുന്നുണ്ട്, ഈ ലൈൻ ഇതിനകത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന ഡിസ്കിൽ ഏതെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും വരാം. ലാസ്റ്റ് നമുക്ക് ഈ ഐ സിയിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും ഈ 5 വോൾട്ട് ഷോർട്ട് ആവാം. അതല്ലാതെ ഈ 5 വോൾട്ട് ഇവിടുന്ന് ഈ ലൈനിൽ നിന്ന് ഇതിലേ വന്നത് ഇവിടെ ഒരു 0 ഓമിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ട്, ഫ്യൂസിബിൾ റെസിസ്റ്റൻസ്. ഇതുവഴി ഇതെന്തെങ്കിലും കട്ടായിട്ട് ഇങ്ങോട്ട് കടക്കാതിരുന്നാലും സാധനം വർക്കില്ല. ഇതുവഴി വീണ്ടും ഒരു റെസിസ്റ്റൻസ് വഴി ഇവിടേക്കും ഇതിൻ്റെ IPM തന്നെ വേറൊരു പിന്നിലേക്കും 5 വോൾട്ട് കൊടുക്കുന്നുണ്ട്. സോറി, ഇവിടെ വരുന്ന വോൾട്ട് ഇവിടെ വരുന്നുണ്ട്, ഇവിടെ കിട്ടുന്നില്ല. അപ്പോൾ ഈ റെസിസ്റ്റൻസോ അല്ലെങ്കിൽ ഈ ഇവിടെ കാണുന്ന SMD റെസിസ്റ്റൻസ് കപ്പാസിറ്ററോ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും ആ ഫാൾട്ട് വരാം. അപ്പോൾ ഇവിടെയും ഇപ്പോൾ ചെറിയൊരു റെസിസ്റ്റൻസ് ഇട്ടിട്ടാണ് ഇതിലേക്ക് കൊടുക്കുന്നത്. ഇവിടെയും 5 വോൾട്ട് എന്നുള്ളത് 3.5 കുറയാതെ കിട്ടും, ഏകദേശം 5 വോൾട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതും ഒരു ഫാൾട്ടിന് ചാൻസാണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് കാരണങ്ങൾ ഇപ്പോൾ തന്നെ കിട്ടിക്കഴിഞ്ഞു. ഈ ഡൗട്ടുകൾ ക്ലിയർ ആക്കിയാൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഫാൾട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഓരോന്നും അഴിച്ച് ചെക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് ഞാനത് ഫാൾട്ട് അഴിച്ച് കറക്റ്റ് ചെയ്തതിന് ശേഷം എന്തായിരുന്നു ഫാൾട്ട്, എവിടെയാണ് ഫാൾട്ട് എന്നുള്ളത് വ്യക്തമായി പറഞ്ഞുതരാം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.